ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ തംബ്ലൈൻ കണ്ടപ്പോൾ മനസ്സിലാകും പള്ളിപ്പെരുന്നാളാണ്. എൻ്റെ കൊച്ചുപള്ളിയിലെ പെരുന്നാളാണ് കേട്ടോ, സെബസ്ത്യാനോസിൻ്റെ. അപ്പോൾ ഇത് ഞങ്ങൾ വഴിയോരത്ത് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് നമ്മുടെ പ്രദക്ഷിണം ഇറങ്ങിയൊക്കെയാണ് കേട്ടോ, ശനിയാഴ്ചത്തെ വലിയ പ്രദക്ഷിണം. അപ്പോൾ അത് കയറി അപ്പോൾ ഞങ്ങളിതേ പ്രദക്ഷിണം ഭയങ്കര ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. വഴിയിൽ അങ്ങോട്ട് പോയ ഒത്തിരി ഉണ്ടേ. അപ്പോൾ ഈ വഴിയെല്ലാം കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ഈ വഴിയിൽ തന്നെ അമ്മയൊക്കെ പ്രദക്ഷിണത്തിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അവരുമായിട്ട് വർത്തമാനം പറഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോയി കുറച്ച് നേരം പ്രദക്ഷിണം ഇറങ്ങിക്കഴിഞ്ഞാൽ വൻ പോസ്റ്റാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വെറുതെ ഇരുന്ന നേരം കൊണ്ട് ഞാൻ രണ്ടെണ്ണത്തിനെയും പിടിച്ചു നിർത്തി ഫോട്ടോയും പിന്നെ ഞങ്ങൾക്ക് ഫോട്ടോയും അങ്ങനെ എല്ലാം എടുത്തോട്ടെ. അമ്മേനെ വിളിച്ചിട്ട് വന്നില്ലായേ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഒരിത്തിരി നേരം പ്രദക്ഷിണം കയറാനായപ്പം കയറി കഴിയുമ്പം ആരാധനയും രൂപമുത്തലും ഒക്കെ തിരക്കായിരിക്കും. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. ഇത് നമ്മുടെ കൊച്ചുപള്ളി റോഡാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നേരി കാണുന്നതാണ് നമ്മുടെ പള്ളി. അപ്പോൾ അങ്ങനെ നമ്മളിത് പോവുകയാണ്. അപ്പോൾ അവിടെ പോയി കഴിയുമ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ഇപ്രാവശ്യം നല്ല തകർത്ത് തന്നെ ഡെക്കറേഷൻ വർക്കും കാര്യങ്ങളും ലൈറ്റിങ്ങൊക്കെ സൂപ്പറായിരുന്നു. അപ്പോൾ ഞാൻ പറയായിരുന്നു തിരക്കില്ലേ. അപ്പോൾ എല്ലാവരും പറയാം പള്ളിക്കകത്താണ് ആൾ, കാരണം പ്രദക്ഷിണവും പോയേക്കുന്ന കാരണം വഴിയൊക്കെ അങ്ങ് കാലിയായി കിടക്കുകയാണ് കേട്ടോ. പ്രദക്ഷിണത്തിന് എല്ലാവരും പോയി ഇറങ്ങി നിൽക്കുന്നതാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് നിങ്ങൾക്ക് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പ്രദക്ഷിണം കുറേശ്ശായിട്ട് പള്ളി കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ പടക്കം പൊട്ടിയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കടവിൽ പോയി അമ്മായിമാരെയൊക്കെ ആയിട്ട് തിരിച്ചതേ അമ്പാടിപ്പോപ്പയൊക്കെ ഉണ്ടായിരുന്നു, അവൻ്റെ ഫ്രണ്ട്സിനെ കണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം പള്ളിയിൽ കയറിയിരുന്നു. ഞാനും എൻ്റെ മക്കളും കൂടി പ്രാർത്ഥിച്ചു. അമ്മായിമാരെ വിളിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി കേട്ടോ. അപ്പോൾ ഈ നേരം നമ്മുടെ പ്രദക്ഷിണം ഇറങ്ങിയേക്കുന്ന കാരണം കയറുന്നതേ ഉള്ളൂ. അപ്പോൾ തിരക്കോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ജിജോയും വന്നു. ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് രൂപമുത്താനും രൂപം കീറുന്നതും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണും ജോക്കുട്ടൻ ചേട്ടായി അമ്മായിയൊക്കെ ഉണ്ട് കേട്ടോ. ലൈജുമായൊക്കെ വീട്ടിൽ പോയിക്കാണ് കേട്ടോ. അപ്പോൾ അവരുണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ പ്രദക്ഷിണം കീറുന്നതും കണ്ടുകൊണ്ട് നിൽക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ലോങ് വീഡിയോ എടുക്കണം ഷോർട്ട് വീഡിയോ എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ കാരണം ലോങ്ങും ഷോർട്സും ഒക്കെ എടുത്തിട്ട് ഞാൻ ഒറ്റ വീഡിയോ ഒക്കെ ആക്കിയത്. അതാണ് ചെറിയ ഷോർട്സിലേക്കും ലോങ്ങിലേക്കുള്ള വീഡിയോ എല്ലാം കൂടി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നേ പള്ളിയുടെ അകത്ത്. അപ്പോൾ രൂപം കയറി ഇങ്ങോട്ട് നമ്മൾ ഇങ്ങേ അറ്റം വന്നു കേട്ടോ. അപ്പോൾ രൂപം വരുന്നുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് പിള്ളേരായിട്ടൊക്കെ നിൽക്കുകയല്ലേ. അപ്പോൾ അമ്മായിമാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനങ്ങനെ ഫോൺ മാറ്റിയപ്പോൾ ഡാഡി പിന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഡാഡിയുടെ ഫോണിൽ എടുക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ കാണുന്നത്.
അങ്ങനെ ഇതേ രൂപമൊക്കെ അകത്തേക്ക് കയറ്റി. അപ്പോൾ ഞങ്ങളിതേ പ്രാർത്ഥനയും ആരാധനയൊക്കെ നടക്കുകയാണേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഡാഡി പൊയ്ക്കോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും ലേറ്റും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ ഞങ്ങൾ രൂപം മുത്തിയിട്ട് പോകാം ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. കാരണം കുട്ടന്മാരായിട്ട് അധികം നേരം നിന്ന് കഴിഞ്ഞ് പോസ്റ്റ് കഴിഞ്ഞാൽ കുട്ടന്മാരെ നിർത്തത്തില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിൽക്കാൻ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പള്ളിയുടെ ഫ്രണ്ടേജ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാണേ. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കും ക്രൗഡും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ കതിനകളൊക്കെ ഇങ്ങനെ നിരക്കി ഇനിയിപ്പോൾ പടക്കം പൊട്ടിയിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു മേളം തന്നെയായിരിക്കും. അപ്പോൾ അത് കാരണം ഇങ്ങനെ അതൊക്കെ നിരത്തി വെച്ചേക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുത്തു തന്നതാണ്. അങ്ങനെ ഞാനും ജോക്കുട്ടൻ ചേട്ടായും കൂടി അങ്ങോട്ട് നടന്ന് തിരിച്ച് പോയപ്പോഴേക്കും ഡാഡി അങ്ങ് വീട്ടിലേക്ക് പോയി കേട്ടോ. വീട്ടിലേക്കാണോ പുറത്തേക്കാണോ എന്നറിയില്ല. ഡാഡി അങ്ങോട്ട് പോയേക്കാണ്. അപ്പോൾ അങ്ങനെ രൂപമൊക്കെ മുത്തി രൂപമുത്തൽ അവിടെ നടക്കുന്നതാണേ. മുത്തിയിട്ട് ഞങ്ങളിത് നേർച്ചയൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് ഇറങ്ങാം. അപ്പം നമ്മൾ കുറച്ച് നേരം കടവിൽ പോയി നിൽക്കാം, കൂട്ടന്മാർക്ക് ഒരു രസമാവില്ലെന്നൊക്കെ ഓർത്തിരിക്കുകയാണേ. പക്ഷെ പടക്കം പൊട്ടിയിൽ ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ. തിരിച്ച് പള്ളിയിൽ ആരാധനയും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് പരിപാടിയൊക്കെ ഇന്നത്തെ കഴിഞ്ഞു. ഇനി നാളെ രാവിലെ നമ്മുടെ പെരുന്നാൾ കുർബാനയാണ്. ഇത് നമ്മുടെ കൊച്ചുപള്ളിയിലെ സെമിട്രിയാണ് ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ ഞങ്ങളിത് വന്ന് വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് അച്ഛൻ പോയിട്ട് നമ്മുടെ ഡാവിക്കുട്ടനോട് വർത്താനം പറഞ്ഞ് ഡാവിക്കുട്ടൻ എന്താടാ കാണിക്കുന്നതൊക്കെ ചോദിച്ചിട്ട് പോകുന്നതാണ് കേട്ടോ നിങ്ങൾ കണ്ട. അപ്പോൾ അമ്മച്ചി പറയുക, അമ്മച്ചി ഇരിക്കുക, എന്താ ഇവൻ കാണിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഞങ്ങളിത് അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ നെയ്ബേഴ്സിനെയൊക്കെ കണ്ടു, ജിഷീച്ചിനെയൊക്കെ കണ്ട് പിള്ളേരൊക്കെ ആയിട്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ വർത്താനം പറഞ്ഞു. അപ്പോൾ അച്ഛനെന്താ പറഞ്ഞതെന്ന് ചോദിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഇപ്പുറത്തെ വശത്തേക്ക് വന്നിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഡെക്കറേഷൻ വർക്കോ എന്തെങ്കിലും കാണിക്കാനുണ്ടെങ്കിൽ കാണിക്കാം. നമ്മൾ ഈ സൈഡ് കയറിയില്ലായിരുന്നല്ലോ. അപ്പോൾ അതും കൂടി ഒന്ന് കാണിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രണ്ട് വശത്തു കൂടി ഇപ്പുറത്ത് അവരങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ കാണിച്ച് ഞാൻ അങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ആയിട്ടുള്ളൊരു രൂപമാണ് നിങ്ങളെ കാണിച്ചത്. അപ്പോൾ ഇത് സൈഡ് വശമാണ്. ഇവിടെയാണ് നമ്മൾ ഓൾമോസ്റ്റ് എപ്പോഴും ഞാനും അമ്മയൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അവർ കുരിശുവരെ നിന്ന് പ്രാർത്ഥിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ റോഡിൽ പകുതി ആയപ്പോഴാണ് അവിടെ വെടിക്കെട്ട് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ അമ്മ വെടിക്കെട്ട് തുടങ്ങിയല്ലോ നോക്കിയെന്നും പറഞ്ഞ് കാണിച്ചിട്ട് തിരിച്ച് ഓടാൻ നിൽക്കുന്ന ഓട്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, വെടിക്കെട്ടൊക്കെ തുടങ്ങി, നമുക്കന്ന് അങ്ങോട്ട് പോവാം പിന്നെന്നും പറഞ്ഞ് തിരിച്ച് ഞങ്ങൾ കയറി കേട്ടോ പള്ളിയിലേക്ക്. കാരണം ഇത് കാണാമെന്നും പറഞ്ഞാണ് നിന്ന് ഇത്ര നേരം. ഈ നേരം ആകുമ്പോൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവന്മാർക്ക് മുമ്പ് നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി ചെറുതായിരുന്നപ്പോൾ ഈ നമ്മുടെ ഡാവിക്കുട്ടൻ്റെ പ്രായമുള്ളപ്പോൾ ഈ സൈഡിലേക്ക് എനിക്ക് വരാൻ പറ്റില്ല. കാരണം അവൻ ഭയങ്കര അങ്ങ് ദൂരെ കടവിൽ നിന്നാൽ പോലും അവൻ നിർത്തത്തില്ലായിരുന്നു കേട്ടോ നമ്മളെ. പക്ഷെ നമ്മുടെ ഡാവിക്കുട്ടൻ നേരെ തിരിച്ചാണ്. അവനിത് കാണുമ്പോൾ ഇങ്ങനെ ജിങ്കൻ തുള്ളാട്ടവും കളിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ആക്കെ എൻ്റെ കണക്ക് ഭയങ്കര വൈബ് ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ഇതൊക്കെ കാണുന്ന ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അവിടെ പടക്കം പൊട്ടിയിലൊക്കെ ഹൈലൈറ്റ് ആയിട്ട് ഒരു മണിക്കൂറോളം നീണ്ടു നിന്ന് കേട്ടോ പടക്കം പൊട്ടിയിൽ. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ബോറടിച്ചിട്ട് ഞങ്ങൾ തിരിച്ചങ്ങ് വീട്ടിൽ പോയേ. ഡാവിക്കുട്ടൻ അത് ഫുൾ ഓൺ ഹാപ്പി ആയിട്ട് അങ്ങ് കണ്ടു ആള്. അങ്ങനെ പിന്നെ അതും കണ്ട് അങ്ങനെ കുറേ നേരം നിന്നു, പിന്നെ ഇരുന്നു. അതൊക്കെയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്.
അങ്ങനെ നാളെ 10 മണിക്കാണ് ഈ പെരുന്നാൾ കുർബാന. അപ്പോൾ അത് കൂടാന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ നൈസിന് കുറേ നേരം കടവി ഇരുന്നു. പിന്നെ വെടിക്കെട്ടൊക്കെ കണ്ട് ഒരു സമാധാനമായി. നമ്മൾ അങ്ങനെ നടക്കാമെന്നുള്ള പരിപാടിക്ക് ഇറങ്ങുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്തവണ പൈസ കൊടുത്ത് പൊരിയും അതും ഇതൊക്കെ വാങ്ങിച്ചോടാൻ കേട്ടോ. അവനൊന്നും വേണ്ട, ടോയ്സ് മതി. അപ്പോൾ ഞാൻ പറഞ്ഞു ടോയ്സ് വാങ്ങിച്ച് വെറുതെ ഒരിത്തിരി നേരത്തേക്കാണ്. അപ്പം നമുക്ക് എന്തായാലും ഇനി പള്ളി പെരുന്നാളും അതിനൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞ് നൈസിന് ന്യൂട്രലായിട്ട് കൊണ്ടുപോകുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ അയാൾക്ക് എന്ത് വേണമെന്ന് കൺഫ്യൂഷനായിട്ടുണ്ട്. ഇന്നത് വേണം എന്നുള്ളൊരു ആഗ്രഹമൊന്നുമില്ല. അങ്ങനെ അവസാനം നാളെ ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കാനുള്ള പർപ്പസിൽ ഞങ്ങളിങ്ങനെ വിളിച്ചുകൊണ്ട് പോയി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇത്തിരി നടന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ ഈ കഴിഞ്ഞ വർഷമൊക്കെ ഇവിടെ നല്ല പ്രദക്ഷിണത്തിന് ഒരുക്കിയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇവിടെ ഈ സൈഡൊക്കെ നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തേ. അങ്ങ് അറ്റത്ത് നല്ലൊരു രൂപവും അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കണം, ഇവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങൾ തിരിച്ചു വന്നത് വേറൊരു ഓട്ടോയിലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിൽ പോയിട്ട് അവസാനമാണ് ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കേണ്ട രസം. ഇതൊക്കെ നല്ല ഭംഗിയാണ്, നല്ല രസമുണ്ടായിരുന്നു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം നമ്മളങ്ങ് പെരുന്നാൾ ആഘോഷിച്ചു. ഞങ്ങളിത് പുറത്തുനിന്ന് അൽഫാം വാങ്ങിച്ചു. ഞങ്ങളെല്ലാവരും കൂടി ഇത് ഷോർട്സിലേക്ക് എടുത്താണേ, ലോങ്ങിലായി, പതിവ് പോലെ ലോങ്ങിലായി. അങ്ങനെ അതൊക്കെ കഴിക്കാൻ പോകുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഡാഡി പുറത്ത് പോയിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നാണേ. അപ്പോൾ ഇത്തോങ്ങിയൊന്നും ഇല്ല. അപ്പോൾ അവരെ വിളിച്ചിട്ടിരിക്കുന്നുണ്ട്, നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കേട്ടോ. അവൻ ഇപ്പോൾ വരാമെന്നുള്ള പാട്ട് പാടാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂറായി കേട്ടോ. അങ്ങനെ ഞങ്ങളത് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നപ്പോൾ അപ്പയ്ക്കും എടുത്തു വെച്ചു, ഇത്തൂനും എടുത്തു വെച്ചിട്ട് ഞങ്ങൾ കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ ഇറങ്ങി കേട്ടോ. ഈ അൽഫാം മന്തിയാണ് കേട്ടോ. കുഴിമന്തി ഞങ്ങൾക്ക് വലിയ പിടുത്തമില്ല. അൽഫാം മന്തിയായ എല്ലാവരും കഴിക്കും. അങ്ങനെ കുഞ്ഞിക്കണ്ണനും ഇച്ചിരി പ്ലേറ്റിലൊക്കെ ഇട്ട് കൊടുത്ത് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ് ഓൾസോ. അപ്പോൾ നിങ്ങൾ കമൻറ്റും കൂടി ചെയ്യുക. അപ്പോൾ ഞങ്ങളിത് ഈ ചെറിയൊരു പെരുന്നാൾ ആഘോഷം ഞങ്ങളങ്ങനെ അൽഫാം മന്തിയൊക്കെ കഴിച്ചു. ഇത് ഇവിടെ കഴിയുന്നില്ല, നാളെയും നമുക്ക് പെരുന്നാളുണ്ട്. നമുക്ക് പെരുന്നാൾ കുർബാനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പറ്റുമെന്നാണെങ്കിൽ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ പതിവ് പോലെ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് നമ്മൾ വീട്ടിലേക്ക് വരുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഓരോ വീട്ടുവിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ വീട്ടിലെ വെട്ടമാണ് കേട്ടോ. നമ്മളിത് ഈ വീട്ടിലേക്ക് കയറാൻ പോകുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, താങ്ക് യു. അപ്പോൾ ഞാൻ വീട്ടിൽ വെട്ടത്തിലേക്ക് വരുമ്പോൾ കാണാൻ പറ്റും എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ പൊക്കി പിടിച്ച് വരുന്നതാണേ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റ ബൈ ബൈ, താങ്ക് യു.